ഹലോ ഗായ്സ്, ഞാനാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. ഇന്ന് സ്വാതന്ത്ര്യദിനമായിട്ട് ഞാൻ മുമ്പേ CST വന്നിട്ടാണ്. ഞാൻ ഓർത്തൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ക്യാമറയൊക്കെ പിടിച്ച് നിൽക്കുക. കുറേ നാൾക്ക് ശേഷം വീണ്ടും ഇങ്ങനെ ക്യാമറയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാരണം ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. പിന്നെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമാണ്. ഒറ്റയ്ക്ക് ഞാനിന്ന് ഇന്ന് ഇവിടെ നല്ല മഴ കാരണം കുടയും ചൂടി നിൽക്കുകയാണ്. നോക്കട്ടെ നിങ്ങളെ എൻ്റെ ഇവിടുന്ന് ഞാൻ ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ എന്തോ അവിടെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ കാണാം നമുക്ക്. ഞാൻ ഓർക്കുന്നത് നടന്നു പോവാം. ഞാനിപ്പോൾ എത്രയോ വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. എപ്പോഴും ബസ്സിനകത്ത് അല്ലെങ്കിൽ ഇവിടുന്ന് ഷെയർ ഓട്ടോയിലോ ഷെയർ കാറിലൊക്കെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇവിടെ നടന്ന് അങ്ങോട്ട് പോകാം. അപ്പോൾ പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചകളും ഒക്കെ നിങ്ങളെ കാണിക്കാം. മഴയാണ്, അതിനും കുഴപ്പമില്ല, നോക്കാം നമുക്ക്. ഞാൻ ഈ കെട്ടിടത്തിൻ്റെ അടിയിലൂടെ നടക്കുകയാണ്. അപ്പോൾ കെട്ടിടത്തിൻ്റെ അടിയിലൂടെ നടക്കുന്ന കാരണം മഴയും ഉണ്ട്, ഒരു കയ്യിൽ കുടയും പിടിച്ചുകൊണ്ട് നടക്കും. നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുമെന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു ചെറിയ ഓരോരോ കടകളും കുടകളാണ്. പലതരം പല വർണ്ണങ്ങളിലുള്ള കുടകളൊക്കെയാണ്. വേണ്ട ഇതിനകത്തൂടെ നടക്കുമ്പോൾ തന്നെ കണ്ടില്ലയോ? കണ്ടാൽ തന്നെ അറിയത്തില്ലേ? അപ്പുറത്തെ സൈഡൊക്കെ കണ്ട. അകത്തോളാണെന്നിട്ട് അതിൻ്റെ അകത്തൊന്ന് പറയാം. അല്ല, ഈ കെട്ടിടങ്ങളുടെ ഇടയിലെല്ലാം ചെറിയ കടകളും ചെറിയ കടകളും വലിയ കടകളും ഒക്കെ ഉണ്ട് കേട്ടോ. മദാമ്മമാർ, സായിപ്പന്മാർ അത് തന്നെ എന്നൊക്കെ പറയുന്നത്. ദൈവമേ, വെള്ളപ്പാണ്ട് പിടിച്ച വല്ല മദാമ്മയാണോ? എനിക്കത് തോന്നിയതാണോ അങ്ങനെ? ഞാനൊക്കെ ഇവിടെ വന്നു കഴിയുമ്പം എന്താ പറയുന്നത്, ആദ്യമേയൊക്കെ പോകുമ്പോൾ ഒരുപാട് അറിയത്തില്ലല്ലോ. അവിടെ എത്തുന്നതിനോ 100 രൂപ കൊടുക്കുന്നു, 120 രൂപ കൊടുക്കുന്നു, ഡയറക്റ്റ് വണ്ടി വിളിക്കുന്നു. പിന്നെ മനസ്സിലായി ഇവിടെ നടന്നു പോയി കഴിഞ്ഞാൽ മറൈൻ ഡ്രൈവിലെത്തും, CSTയിലെത്തും എന്നൊക്കെ. CST അല്ല, ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ ഇതുവരെ നടന്നു പോയിട്ടില്ല. പക്ഷേ മറൈൻ ഡ്രൈവിൽ പോകുമ്പോൾ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഈ ഇടയായിട്ട്. ഇത് കുറേ നാൾക്ക് ശേഷം ഞാൻ ഒറ്റയ്ക്ക് വരുന്നത് ഇവിടെ മുംബൈ സെൻട്രലിലോട്ട്. ഞാൻ കുറേ നാൾക്ക് ശേഷം ഒറ്റയ്ക്ക് വരുന്നത്. അല്ലാതെ എപ്പോഴും വരുമ്പോഴും ആരിലൊക്കെ കൂടെ കാണും. ഇന്ന് പിന്നെ ഇല്ല, ആരും കൂട്ടിനില്ല. ആളുകളൊക്കെ നോക്കി നമ്മുടെ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ ഹായ് ഒക്കെ കാണിച്ചു. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട് ക്യാമറ എടുത്ത് വെച്ചേക്കുമായിരുന്നു. അവൻ വിചാരിച്ച് ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് വെച്ചേക്കുമെന്ന് വിചാരിച്ചിട്ട് അവന് ഹായ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചേട്ടനെ കണ്ട വലിയ ദണ്ടൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആരെ പെരുക്കാനാണെന്ന് ആർക്കറിയും. അവിടെ പോയി നമുക്ക് പെരുക്ക് കൊള്ളണ്ട. വീണ്ടും ഞാൻ അകത്തോട്ടൊന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് കണ്ടോ, ബലൂണുകൾ പറക്കുന്നു, അല്ല ഇഴയുന്നു. കണ്ടോ, ഓരോരോ ചെറിയ കടകളൊക്കെ കണ്ടോ. അവർ പോയപ്പോഴുള്ള 18
ഒരു മുംബൈയിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല ഭാഷക്കാരാണ് ഉള്ളത്. ഇവിടുത്തുകാരല്ലല്ലോ എല്ലാവരും. ഇപ്പം ഞാനിപ്പോൾ കേരളത്തിൽ നിന്ന് വന്നു, ഇത് പലരും പല ഭാഷക്കാരാണ് ഇവിടെ ഉള്ളത്. പല റിലീജിയനിലുള്ളവരുണ്ട്. അങ്ങനെ ഒന്ന് പല പല ആൾക്കാരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. കണ്ടോ, ഇത് കണ്ടോ, ഈ സ്ഥലം കണ്ടോ, ഈ കെട്ടിടങ്ങൾ കണ്ടോ നിങ്ങൾ? ഈ കെട്ടിടങ്ങൾ എന്ത് രസമാണ് ഈ കെട്ടിടങ്ങളൊക്കെ കാണാൻ, അല്ലേ? LIC. ഓ, അതൊരു LICയുടെ ഓഫീസാണ് കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ കെട്ടിടങ്ങളൊക്കെ ഓരോരുത്തർ ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഓരോരോ വലിയ വലിയ ഓഫീസുകളൊക്കെ ആക്കി ഇട്ടേക്കുക. അതൊക്കെ ആര് ശ്രദ്ധിച്ച്? ഞാനിങ്ങനെ നടക്കുക, ഒരു പരിപാടി ക്യാമറയും പോയതില്ല. ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് നോക്കിയിട്ട് എൻ്റെ അണ്ണ എന്നെ ഇടിച്ചിടല്ലേ. ഒരു വീഡിയോ നോക്കണമെന്ന് വിചാരിച്ചിട്ട്, പിടിക്കണമെന്ന് വിചാരിച്ചിട്ട് ക്യാമറ വരെ എന്നെ ചതിക്കുകയാണ്. അച്ഛൻ കാറുകാരെ എന്നെ കൊണ്ടുപോകല്ലേ നിങ്ങളുടെ കൂടെ. അവിടൊരു തിരക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എത്ര വട്ടം ഇവിടെ വന്നാലും ഉണ്ടല്ലോ, ഈ കെട്ടിടങ്ങളൊക്കെ ഇത് എത്ര വട്ടം വന്നാലും ഇവിടെ ഒന്നും കണ്ടിട്ടും വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലൊന്നായിരുന്നു. ഈ കെട്ടിടങ്ങളൊക്കെ ഭയങ്കര രസമല്ലേ? ഞാൻ വീണ്ടും വീണ്ടും ഒരു കാര്യങ്ങൾ തന്നെ വീണ്ടും പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നെന്ന് തോന്നുന്നു. അത് നിങ്ങൾ കാര്യമാക്കേണ്ട, ഇടയ്ക്കൊക്കെ എൻ്റെ വീഡിയോ വരത്തുള്ളൂ. ഇതൊരു പൂക്കട. അതാരത്? ബോബാണോ അങ്ങനെയൊക്കെ കാണിച്ചിട്ട്. വീണ്ടും ഞാനൊരു കെട്ടിടത്തിൻ്റെ അടിയിലെത്തി ഗൈസ്. ऑफिस आहे माझ्या. ഈ മഴ അങ്ങോട്ട് കുറയുന്നില്ല. അയ്യോ, വീണ്ടും മഴ. ചാറ്റൽ മഴ, മഴയോട് മഴ. എന്തിൻ്റെ കടയാണ്, ഏത് ഷോപ്പാണെന്നുള്ളത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നോക്കട്ടെ, എൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ അറിയാം ഏത് ഷോപ്പാണ്. അതിലേതോ നല്ലൊരു ഷോപ്പാണെന്നാണ് തോന്നുന്നു. അതുകൊണ്ട് നോക്കിയൊക്കെ കഴിച്ചിട്ട് അമ്പരചുംബിയായ ഒരു കെട്ടിടം. അമ്പരചുംബി, ഈ വാക്ക് എനിക്ക് കിട്ടിയത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഗൈസ്? അമ്പരചുംബിയായ കെട്ടിടം. ഇവിടെ നല്ല നല്ല കുറേ സ്ഥലങ്ങളുണ്ട്. എന്താ ടൈറ്റൻ, HDFC, നോക്കി ഇവിടെ കണ്ടോ, ഒരു പാർക്ക് പോലെ. പക്ഷെ ഇവിടെ മനോഹരമായൊരു പ്രതിമയുണ്ട്. എന്ത് രസമാണ് ആ പ്രതിമയെ കാണാൻ തന്നെ. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ആ പെൺകുട്ടിയായ പ്രതിമ. മനോഹരം, അതിമനോഹരം. നിങ്ങളിവിടെ കണ്ടോ, എന്ത് ഭംഗിയല്ലേ?
അതാരാ? ആരത്? ആർക്കറിയാം. ഇവിടെ ഫുള്ള് കണ്ടോ? ഇതെന്ത് ഭംഗിയാണ് ഇത് കണ്ടോ. ഇവിടെ എന്തോ നല്ല രസമാണ് ഇത് കാണാനല്ലേ. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇവിടെ അടിപൊളി? എനിക്കെന്തായാലും ഇത് അടിപൊളിയായിട്ടാണ് തോന്നുന്നത് കേട്ടോ. നല്ല രസമില്ലേ ഇത്? എന്തോ ഫ്ലോറ മൗണ്ടെയിൻ എന്നതിൻ്റെ പേര്. എന്തോ പറയുന്നത്, നമ്മൾ ഈ സ്ഥലം കണ്ടിട്ട് നമ്മൾ വേറെ ഏതോ ഒരു രാജ്യത്ത് വന്ന പോലത്തെ ഒരു ഫീലില്ലയോ? എനിക്ക് അങ്ങനെ തോന്നുന്നത് കേട്ടോ. ഞാൻ വേറെ രാജ്യത്തൊന്നും പോയിട്ടില്ല, എങ്കിലും ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു ഫീല്. എന്താ ആ ബിൽഡിങ് കണ്ടോ? ഓറിയൻ്റൽ ബിൽഡിങ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം. നടന്ന് നമുക്ക് ഇവിടുന്ന് നീങ്ങാം. വേറെ എന്തെങ്കിലും കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ കാണാം. ഇന്നിനി എങ്ങോട്ടാണെന്നുള്ളതാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് ഞങ്ങൾ മറൈനിലോട്ട് പോകുന്നത്. അങ്ങോട്ട് പോയ മറൈൻ കണ്ടോ? അവിടെ ഒരു ഡബിൾ ടക്കർ ബസ് വരുന്നുണ്ടോ? ബസ് ഞാൻ ഏതെങ്കിലും ഒരു സൈഡ് നോക്കി നടക്കട്ടെ എന്ന്. ഇതിൻ്റെ ഈ റോഡ് ക്രോസ് ചെയ്ത് പോകേണ്ടി വരും. സൈക്കിളൊന്നും ഇടിച്ചിട്ടില്ല, കാര്യം കൊണ്ട് ഭാഗ്യം. മഴ പെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പെയ്തിട്ടില്ല. ഇന്ന് നിർത്താതെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ നിർത്താതെ അങ്ങ് പെയ്യുകയാണ്. ചുമ്മാ മനുഷ്യനെ നനയിക്കാൻ. ഉണ്ടുണ്ട് കുറേ എണ്ണം കുടയില്ലാതൊക്കെ നടന്നു പോകുന്നു. അവരിതൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? എന്താ ഇത്? സെൻട്രൽ ബാങ്ക്. ഇത് ബാങ്കിൻ്റെ കെട്ടിടമാണ്. ഇത് നേരത്തെ പണിതാ, ഇപ്പം ഇതൊരു ബാങ്കിൻ്റെ കെട്ടിടമാണ്. സെൻട്രൽ ബാങ്കിൻ്റെ കെട്ടിടമാണിത്. എന്ത് രസമാണിത്. അത് ഈ കെയറിങ്ങിൻ്റെ അവിടെ എഴുതി വച്ചേക്കുന്നതും കണ്ടില്ലയോ? ഇത് കണ്ടോ? നല്ല ഭംഗിയില്ലേ? ഇതുണ്ട്, ഇവിടെ കണ്ടോ? ഇനി ഇങ്ങനെ നടന്നു പോവാം. അപ്പുറം വഴിയാണ് പോകുന്നത്. ഇങ്ങനെ നടന്ന് ഇനി അപ്പുറത്തോട്ട് അല്ല. ഇനി ഞാൻ മുംബൈയിലെല്ലാം ഞാൻ നടന്ന് തീരുമെന്നാണ് തോന്നുന്നു. ഇവിടെ വീണ്ടും ഒരു ചെറിയ കടകൾ. ഇതുണ്ടോ? കൊച്ചൊരു കട എന്തോരം അടിപൊളിയായിട്ടാണ് അവർ ഡെക്കറേറ്റ് ചെയ്ത് നോക്കുന്നത്. ഇവിടെ ഒരു ഇതുണ്ടോ? പാൻസൊക്കെ കിട്ടും. ഇതൊക്കെ കാണോ? പൂക്കികൾക്ക് പറ്റിയ ഓരോരോ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്നെ അവിടെ നിന്ന് ഏതാണ്ട് ചെയ്യുന്നു. വാച്ചിൻ്റെ എന്താണെന്ന് അറിയാം. ഇത് കണ്ടോ? ഇതും വേറൊരു ബാങ്ക്. ആ ബാങ്കിൻ്റെ ബിൽഡിങ്ങും കണ്ടോ? കെട്ടിട സമുച്ചയം. വാവ്, കുറേ പേർ ചുവന്ന് വരുന്നു. ഇന്നെന്താ ചുവന്ന്? ഇതുവരെ എല്ലാവരും വെളുത്ത വൈറ്റ് ഡ്രസ്സിലാണ് കണ്ടത്. എന്താ ചുവന്ന്? എല്ലാം അവിടെ ഗേറ്റ് ഓഫ് ഇന്ത്യ ചെല്ലുമ്പോൾ അറിയാം എന്തോ പരിപാടി എന്നൊക്കെ ഉള്ളത്. എന്തെങ്കിലും ഒക്കെ പ്രോഗ്രാം കാണും. അപ്പോൾ എന്താ ഇവിടെയുണ്ട് കുറേ ചുവന്നവർ ഇവിടെയുണ്ട്. കണ്ടോ? ചുവന്ന ആൾക്കാർ.
കാലാകോണ കോഫി ബാർ. ഇതുണ്ടോ ഒരു കറുത്ത കൂട്ടില്ല. ഇവിടെ എല്ലാം അങ്ങ് സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. സ്റ്റാച്ചു എഴുതിയേക്കുന്ന ദ സ്പിരിറ്റ് ഓഫ് കാലാകോണ. ഓ എന്നാ ലുക്ക്. ഓ ആ കാലം മസിലൊക്കെ കണ്ടില്ലേ. കൊള്ളാം. എന്തായാലും ഉണ്ടാക്കിയവനെ സമ്മതിക്കണം. ഇങ്ങനെ നമ്മൾ വീണ്ടും നടക്കുന്നത് ആരംഭിച്ചിരിക്കുന്നു. വെസ്റ്റ് സൈഡ്. വീണ്ടും കുറേ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ. ഞാനീ കാർത്തിക് സൂര്യ പുള്ളിയുടെ വീഡിയോ കാണാറുള്ളത്. അപ്പം അതിൻ്റെ അകത്ത് മറ്റേ ശശാംബ്രോയുടെ വീട് കണ്ടിട്ട് പുള്ളി പറയുന്നത് അമ്പരചുംബികൾ. അപ്പോൾ അതുപോലെ ഞാൻ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും. ഏത് ഗാലറി? ഈ ഗാലറി, ആർട്ട് ഗാലറിയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ പക്ഷെ വന്നിട്ടില്ല. ഇവിടെ പിന്നെ ഒരു ദിവസം വരാം. ഞാനിവിടെ ഒന്നും പോയിട്ടില്ല. ഞാനവിടെ പറഞ്ഞെങ്കിലും ഞാൻ ഈ ഗാലറിക്കകത്ത് കയറിയുണ്ട്. ആർട്ട് ഗാലറി അവിടെ വെളിയിൽ എഴുതി വെച്ചേക്കുന്ന ഇതിനകത്ത് ഇതൊന്നും വീഡിയോ ഫോട്ടോഗ്രാഫി ഒന്നും പറ്റുന്നില്ല. പക്ഷേ ഇവിടെ ഉള്ളവരൊക്കെ ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ. അല്ല ഓടിക്കുന്നിടം വരെ ഞാൻ ഇവിടുത്തെ എല്ലാം എടുക്കാൻ പറ്റുമോ, വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇതേതാ ചേച്ചി? കുരുവിയെ കൊണ്ട് നിൽക്കുന്ന ചേച്ചി. ഓരോന്നൊക്കെ വരച്ചേക്കുന്നുണ്ടില്ലേ? വരയാണോ? നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിനകത്തും ഒക്കെ ഓരോരുത്തരും വരച്ചേക്കുന്നത് കാണുമ്പോൾ അപ്പോൾ അവരുടെയൊക്കെ ഒരു കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വല്ലാത്തൊരു കഴിവാണ്. അതൊക്കെ അതെന്താ മുകളിലത്തത് വാലുള്ള മനുഷ്യനും വീൽ ചെയറിലിരിക്കുന്ന പറയുന്നത് എന്ത് നല്ല രസമുണ്ട്. ഇത് മറ്റേ ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക്? ഈ ത്രികോണം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഈ ത്രികോണവും കണ്ണും ഒക്കെ ആരാ പോസൊക്കെ ചെയ്തിരിക്കും. എന്ത് ഉദ്ദേശിക്കുന്ന സാധനമൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പടമൊന്നും കണ്ടിട്ടേ ചിലപ്പോൾ ഈ മറ്റേ ബുദ്ധിജീവികൾക്കൊക്കെ മനസ്സിലാവുന്ന സാധനമാണോ? അതുപോലെ ഇതൊക്കെ കണ്ടോ നിങ്ങൾ? കല്ലോ ഇവിടെ എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ടോ ഇത്രയും വലിയൊരു ഹോളാണിത്. ഇതെന്തോ സംഭവം? ഇത് വേറെ ഇതിൻ്റെ ഇത് നോക്കണം. ഇത്
ഇതൊക്കെ കണ്ടോ? ഈ സാധനമൊക്കെ കണ്ടോ? ഇത് കണ്ടോ? ഇതൊക്കെ എന്താ സംഭവം? ഇല്ലാത്തൊരു മനുഷ്യൻ്റെ തലച്ചോറാണ്. പെട്ടൊരു ഫോട്ടോ. അതെ അതെ, അമ്മമാർ വളർന്നു വരുമ്പോൾ ഇതുപോലെ അത് കണ്ടോ? ആ ഒരു ഫോട്ടോ അടിപൊളിയായിട്ടില്ലേ? മൂന്ന് പേര് വൈബുള്ള 3 പേര് അവിടെ നിന്ന് വൈബ് അടിക്കുന്നു. അതിൻ്റെ താഴെ 3 കുട്ടികൾ. ഭാവി വാഗ്ദാനങ്ങളാണ് അവർ. ഇതുകൊണ്ടോ ഇത് കൊള്ളാം, ഇത് അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ അമ്മ ഇത് കണ്ടോ? ചിത്രശലഭത്തെ അത് കണ്ടോ? എൻ്റെ അമ്മ വില. എന്തുവാടാ ഇതൊക്കെയാണ്? എന്തുവാടാ പെയിന്റിങ് ആണ് ഇത്? ഇതുണ്ടോ? ഇത് എന്ത് പൊളിയാണ്. എന്തുവാ? ആരാടാ ഇതൊക്കെ വരച്ചേക്കുന്നത്? ഓടിച്ചു വിട്ട് ഞാനൊന്നും എടുക്കാം. അവിടെ ആണെങ്കിൽ വീഡിയോ എടുക്കുന്നതിന് എല്ലാവരും കൂടെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും ഞാനിതിൻ്റെ ഒന്നുകൂടെ എടുത്തേക്കാം. ഇതൊന്നും കണ്ടോ? എന്താ ഇത്? എന്തുവാ ഇത്? അയ്യോ എന്തോടാ, എന്തോ പെയിന്റിങ് ആണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. എൻ്റെ ദൈവം എന്തോ രസമായിട്ടാണ് വരച്ച് വെച്ചേക്കുന്നതെന്ന് കണ്ടോ? അവിടെ കുറേ പേര് ഇരിപ്പുണ്ട്. വിളിച്ചും പാത്ത് വെട്ടി എടുക്കും. എന്തിനാ ഇവരുടെ വായിലിരിക്കുന്നത്? വെറുതെ ചെയ്ത് ഉപയോഗിക്കുന്നത്. എൻ്റെ ദൈവം ഇത് വരച്ചോ? വരച്ചത് പെയിന്റിങ്. പെയിന്റിങ് എൻ്റെ അമ്മ കാച്ചി. ഇതുണ്ടോ? വീണ്ടും എനിക്കറിയാത്ത, എനിക്ക് പരിചയമില്ലാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ. എനിക്ക് പരിചയമില്ലാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ. ഇവിടെ ഒന്ന് എഴുതി വെച്ചാൽ അതിൻ്റെ പെയിന്റിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതൊന്നും ഞാനത് കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അവിടെ നോ റെക്കോർഡിങ് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ അയച്ചു തരാം. എന്നാലും അത് പെയിൻറ്റിങ് അത് ഭയങ്കര അതിൻ്റെ എഫേർട്ട് അത് തകർത്തിട്ടുണ്ട്. ഞാൻ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെയും കുറേ പെയിൻറ്റിങ്. ഇതുണ്ടോ? ഇത് എനിക്ക് തോന്നുന്നു ഇത് എന്താ ഇത്? എനിക്ക് എല്ലാം ഇത് ഫുള്ളേ പെയിൻറ്റിങ് ചെയ്തിട്ട് അത് ഫുള്ളും മറ്റേ എന്താ ലാമിനേഷൻ ചെയ്തിട്ട് വെക്കത്തില്ലയോ? അത് ലാമിനേറ്റഡ് ചെയ്തിട്ട് വെച്ചേക്കുക. അവിടുത്തെ പെയിൻറ്റിങ് നിങ്ങൾ ഈ 18-ാം തീയതി വരെ ഉണ്ട്. മുംബൈയിലുള്ളവരൊക്കെ എന്തായാലും വന്ന് അത് കാണണം കേട്ടോ. അയ്യോ അടിപൊളി ഒരു എൻ്റെ ഭഗവാനെ പെയിൻറ്റിങ് ഒരു രക്ഷയില്ല. എന്തോ ജീവനുള്ള പോലൊക്കെ തോന്നുന്നു. ജീവനുള്ളത് പോലെ. വീണ്ടും നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുന്നു. ഗേറ്റ് ഓഫ് ഇന്ത്യയാണ് നമ്മുടെ ലക്ഷ്യം. ഇടയ്ക്കൊക്കെ അത് മറന്നു പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ കാണിച്ചു തരണമല്ലോ. വീണ്ടും നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
വീണ്ടും മഴ. കുട എടുക്കട്ടെ. കോട്ട വേണ്ട, മഴ പെയ്യുന്നില്ല. മഴ പെയ്യുമോ ഇല്ലയോ. എന്തായാലും നമ്മുടെ ഈ കുടയുണ്ട്. ഇവിടെ എന്താ പാർക്കാണോ? സംഘാരാലയ, ഛത്രപതി ശിവാജി മഹാരാജ് വാസ്തു സംഘാരാലയ എന്നും പറഞ്ഞിട്ട് എത്ര മണിക്കാണ്? 10 തൊട്ട് 6 മണി വരെ എഴുതിച്ചിട്ടുണ്ട്. എന്താ സംഭവം? ഇതിനകത്ത് പക്ഷെ ആരും അതിൻ്റെ അകത്ത് കയറിയതായിട്ട് കാണുന്നില്ല. ഓഗസ്റ്റ്. അടിപൊളി. ഈ മ്യൂസിയം നല്ല സമയം. ഇന്നത്തെ ദിവസം ഇത് ക്ലോസ് ആണ്. ഈ മ്യൂസിയം കേട്ടോ. ഇന്ന് അടച്ചിട്ടേക്കുക. ഈ മുംബൈ എന്ന് പറയുന്നത് എന്തോ തിരക്കാണ് ഇന്നത്തെ ദിവസം. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് പിന്നെ പറയണ്ട, തിരക്കായിരിക്കും. അതുകൊണ്ട് ഈ മഴയത്ത് ഇതൊക്കെ വിൽക്കാനും ഇത് മേടിക്കാനും തന്നെ എന്തോരം ആൾക്കാരാണ്. മഴ പെയ്യുമ്പോൾ ഇതല്ല അടച്ചിടാം. പ്ലാസ്റ്റിക് കവർ വെച്ച് എല്ലാം കവർ ചെയ്യുന്നത്. ഓരോരോ സാധനങ്ങൾ ലേഡീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടോ? ഒരുപാടുണ്ട് ലേഡീസ് ഐറ്റംസ് ഒക്കെ. മുംബൈ ദർശൻ വണ്ടികളൊക്കെ ഇവിടെയും വരും. മറ്റേ ഡബിൾ ട്രക്ക് ഇല്ലയോ, നേരത്തെ പണ്ട് മറ്റേ ഓപ്പൺ ഡബിൾ ട്രക്കൊക്കെ ഇവിടെ നിന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. മറ്റേ ഡീസൽ. എനിക്കൊന്ന് അതൊന്നും ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു, അതെല്ലാം നിർത്തിയെന്ന് തോന്നുന്നു. പക്ഷെ അതിനകത്ത് ആ സമയത്ത് ഞാൻ അതിനകത്തൊക്കെ കയറിയിട്ടുണ്ടേ. ഇവിടെ നിന്നായിരുന്നു അതിൻ്റെ തുടക്കം. ഇങ്ങനെ കറങ്ങി പോവായിരുന്നു. അങ്ങ് കണ്ടോ താജ് ഹോട്ടല്. റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോവാം. മറ്റേ അവിടെ ഒരു തിയേറ്റർ ഉണ്ട് കണ്ടോ, വാർ 2-ൻ്റെ പോസ്റ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. സിനിമ കണ്ടവർ അവരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വാർ 2. എല്ലാവരും വൈറ്റാണ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് എല്ലാവരും ഇന്ന് വെള്ള ഷർട്ടാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കും. അതെ. അയ്യോ, സിഗ്നൽ വിട്ടു, ഞങ്ങൾ പെട്ടുപോയി. എന്നെ വണ്ടി ഇടിക്കല്ലേ വണ്ടികളെ, എന്നെ ഇടിക്കല്ലേ. ആരുടെ ഭാഗ്യം കൊണ്ട് എനിക്ക് ഇടിയൊന്നും കിട്ടിയില്ല. ഇങ്ങ് പോരുത്. നാട്ടുകാർ ഇറങ്ങിയിട്ട് ഇടിക്കാനും തന്നെ. ഓക്കെ, അപ്പുറത്തെ സൈഡിലോട്ട് പോയി ആ തിയേറ്ററിൻ്റെ അവിടെ വരെ ഒന്ന് പോയിട്ട് അവിടെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഇവിടെ സ്റ്റാച്യു ഒക്കെ കണ്ട് നമുക്ക് അങ്ങനെയും പോകാം, അങ്ങോട്ട് ഇങ്ങനെയും പോകാം അല്ലേ. ജയ് ജവാൻ ജയ് കിസാൻ. ഇവിടെ സിഗ്നലാണ്, സിഗ്നൽ വീണ് കിടക്കുകയാണ്. മറ്റേ ഇതാ
ഓ, ഇവിടുത്തെ തിയേറ്ററിലുണ്ട് കൂലിയുണ്ട്, വാർ 2 ഉണ്ട്. തിരക്കാണെന്നറിയോ? വണ്ടികളുടെ തിരക്ക്, വാഹനങ്ങളുടെ തിരക്ക്, ബാങ്കുകൾ, കെട്ടിടങ്ങൾ, അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ. ഈ വണ്ടിക്ക് ഒരു വളവ്. क्या बोलता दाल चावल അങ്ങനെ ആ ഒരു ദൃശ്യം കണ്ട ഗേറ്റ് ഓഫ് ഇന്ത്യ. ഇന്ന് ഏതാണ്ടോ എന്തോ അവിടെ ഉണ്ട്, പൊടിയെല്ലാം കുത്തി. നോക്കട്ടെ എന്തോ അവിടെ. എന്തോ ഒരു പ്രോഗ്രാം നടക്കാൻ പോവാണ്. അമ്പരച്ചുംബി, ഇതാണ് അമ്പരച്ചുംബി. മിക്കവരും ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, താജ് ഹോട്ടല്. എന്നാലും ഞാനും ഒന്ന് കാണിച്ചേക്കാം. ഇന്ത്യൻ നേവി ബാൻഡ് പെർഫോമൻസ് ആണ് 79ാമത് ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ചിട്ട്. നമുക്കത് കുറച്ചു നേരം കാണാം. കൊള്ളായിരിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ചുള്ള വീഡിയോ ഒന്നും ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ഫോണിനകത്ത് ചാർജ് തീരാറായി. അതാ പരിപാടി തുടങ്ങി. എന്നൊരു ഭാഗ്യമുണ്ട്, എനിക്ക് സീറ്റ് കിട്ടി. എനിക്കൊരു ചെയർ കിട്ടി. ഞാൻ അതിനകത്ത് കയറിയിരുന്നു. നീരുന്ന് കുറച്ച് നേരം പരിപാടിയാണ്. ഇതുവരെ തുടങ്ങിയില്ല. 5:30 ആവും പരിപാടി തുടങ്ങുമ്പോഴാണ് ഇപ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. ബാൻഡ് പ്രോഗ്രാമാണ് നേവിക്കാരുടെ. നോക്കട്ടെ എങ്ങനെയുണ്ടെന്നാണ്. എന്തായാലും ഇതായാലും നിന്നില്ല, ഇനി കണ്ടിട്ട് പോകുന്നതാണ്. കുറച്ച് നേരം കണ്ടു കഴിഞ്ഞിട്ട്